ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുസമൂഹത്തിൽ ബേലിൻദാസ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ആരുടെയെങ്കിലും സഹായം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ ഒളിവിൽ കഴിയാനടക്കം എന്നുള്ള കാര്യത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് ഒരു വിമർശനം ഉന്നയിക്കുന്നതെന്ന് കേട്ടിരുന്നു. അത് ഈ പ്രതിയുടെ CPIM ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇതിൻ്റെ അന്വേഷണം, ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരുന്നു. ജില്ലയ്ക്കകത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോലും കടന്നിട്ടില്ല. ഇങ്ങനെ പ്രതിയെ വലയിലാക്കാൻ ഒരുങ്ങിയ സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ പോലീസിന് നിർണായകമായി മാറിയത് എന്താണ് ഷഫീദ്? രജിത്ത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ പോലീസിനെ സംബന്ധിച്ച് പോലീസിന്റെ ആദ്യത്തെ ഗോൾഡൻ അവർ എന്ന് പറയപ്പെടുന്ന സമയം, അതായത് ഈ കേസിൽ പോലീസിന് വിവരം ആദ്യം ലഭിക്കുന്നു. അത് കോടതിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വിവരം കിട്ടിയത്. നമുക്കറിയാം, പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീനാകുമാരിയൊക്കെ ആയിരുന്നു വിവരം പോലീസിന് കൈമാറിയത്. അതിന് പിന്നാലെ പോലീസ് ഇയാളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആ സമയത്ത് ബാർ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നൊരു തടസ്സപ്പെടുത്തൽ ഉണ്ടായി എന്ന് തിരുവനന്തപുരം സിറ്റി പോലീസിന് ഒരു ആക്ഷേപമുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് പോലീസ് കോടതിയിൽ നിന്ന് മടങ്ങുന്നു, അതിനുശേഷം നിങ്ങൾ നിയമപരമായി കേസെടുത്ത ശേഷം നിങ്ങൾ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്നുള്ളതായിരുന്നു ബാർ അസോസിയേഷന്റെ നിലപാട്. ഏതായാലും ആ വിഷയം കഴിഞ്ഞ സമയത്ത് ഇയാൾ ഒളിവിൽ പോകാൻ ആ ഒരു സംഭവമാണ് കാരണമായെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് പിന്നീട് ബാർ അസോസിയേഷനെതിരെയുള്ള കുറ്റപ്പെടുത്തലായി മാറിയൊരു സംഭവം. അതിനുശേഷം ഇയാൾ പോയത് ഇയാളുടെ പൂന്തുറയിലെ വീടിന് സമീപത്തേക്കാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. പിന്നാലെ കേസ് ഉടനെടുക്കുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി പോലീസ് ആ സ്ഥലത്തേക്ക്, അതായത് പൂന്തുറ എന്ന് പറയപ്പെടുന്ന ഭാഗത്തേക്ക് പോവുകയും ഇയാളുടെ വീട്ടിലൊക്കെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അതൊക്കെ പോലീസ് രഹസ്യമായി നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഈ വിഷയം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നത്. അപ്പോഴും ഇയാൾക്ക് ഒളിവിൽ പോകാൻ ഒരുക്കിയ സാഹചര്യങ്ങൾ, ഒളിവിൽ പോകാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാളെ അപ്പോഴും സഹായിക്കുന്ന ചിലർ, ഇവരെക്കുറിച്ചൊക്കെ പോലീസിന് വിവരം ലഭിച്ചു. പിന്നെയും പിറ്റേ ദിവസം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇയാളുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ടതാണ്, മന്ത്രി P. രാജീവ് തന്നെ നേരിട്ടെത്തി ഈ പെൺകുട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു. മാത്രമല്ല, പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അങ്ങനെ ഒരു നിർദ്ദേശമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നാലെ ഇന്ന് രാവിലെ മുതലാണ് ബെയിലിൻദാസിനായി പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ വല വിരിച്ചത്. ഇയാൾ പൂന്തുറയിലെ വീട്ടിലുണ്ട്, ഈ പൂന്തുറയിലെ ചില സ്ഥലത്തുണ്ട്, അതിനപ്പുറത്തേക്ക് ഇയാൾ ഈ കടലിൽ ഒളിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോലീസ് മുഖവിലക്കെടുത്തില്ല. പോലീസിന് ഉറപ്പായിരുന്നു ഇയാൾ ഈ പൂന്തുറയിലെ ഒരു തീരദേശ മേഖല കേന്ദ്രീകരിച്ച ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരൊറ്റ റോഡാണ്, പൂന്തുറ തുമ്പ. അത് നമുക്കറിയാം, കഴക്കൂട്ടം ഭാഗത്തേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് സ്റ്റേഷൻ കടവ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ, അതായത് ഇയാളുടെ ഒരു ബന്ധു, തുമ്പ സ്വദേശിയായിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധു ഇയാളുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു പണം ഇട്ട് കൊടുത്തു എന്നുള്ള വിവരം ഇന്ന് ഏതാണ്ട് 11 മണിയോടെ പോലീസിന് ലഭിക്കുന്നു. അതിനുശേഷം ഈ ബന്ധുവിനെ പോലീസ് നിരീക്ഷിച്ച് വരികയായിരുന്നു. ഒടുവിലാണ് ഇന്ന് ഇയാൾ ഇങ്ങനെ ഒരു മൂവ് നടത്തുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസിന്റെ സഹായത്തോടു കൂടി വഞ്ചിയൂർ പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത്, ഇന്ന് രാവിലെ ഇയാളുടെ ബന്ധുക്കളിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മണിക്കൂറുകളോളം പോലീസ് കസ്റ്റഡിയിൽ ഇയാളെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഇയാളുടെ ചില സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തു. മാത്രമല്ല, ചില മത്സ്യത്തൊഴിലാളി മേഖല കേന്ദ്രീകരിച്ചടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക പരിശോധനയും നിരീക്ഷണവും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ബെയിലിൻദാസ് പോലീസ് വലയിലാകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് കൂടി ഇതിൽ കൂടി നമുക്ക് വ്യക്തമാകാം. ബെയിലിൻദാസിനൊപ്പം ഇല്ല എന്ന് പറയുന്നു. ആ പെൺകുട്ടിക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു തൊഴിലിടത്തിൽ തന്റെ സീനിയറായിട്ടുള്ള അയാളുടെ ഭാഗത്ത് നിന്ന് തൊഴിലെടുക്കാൻ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് ചൂഷണം നേരിടേണ്ടി വരുന്നു. ആ ചൂഷണത്തിനൊടുവിൽ അതൊരു മർദ്ദനവും അക്രമ സംഭവമായി മാറുന്നു. ഒന്നിൽ കൂടുതൽ തവണ തന്നെ മർദ്ദിച്ചു എന്നൊരു പെൺകുട്ടി തന്റെ തൊഴിലിടത്തിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ള വിവരം പങ്കുവയ്ക്കുന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നു. ഒടുവിൽ ആ സമ്മർദ്ദത്തിന്റെ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ ബെയിലിൻദാസിന്റെ മർദ്ദനമേറ്റ ശ്യാമിലി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാമിലി, ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുന്നു പോലീസ്. ആദ്യ പ്രതികരണം എന്താണ് ശ്യാമിലി? എനിക്ക് വളരെ വളരെ അധികം നന്ദി മാത്രമേ ഉള്ളൂ. കൂടെ നിന്നവരോട്, സഹകരിച്ചവരോട്, എനിക്ക് സപ്പോർട്ട് അറിയിച്ച് ഒരുപാട് ആൾക്കാർ എല്ലാ രംഗത്തു നിന്നും, രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയ മതഭേദം എന്നില്ല, എല്ലാവരും, ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പാർട്ടിയിൽ നിന്നും എനിക്ക് സപ്പോർട്ട് അറിയിച്ചു. സിനിമാ രംഗത്ത് നിന്ന് സുധീറിക്ക ഒത്തിരി ആൾക്കാർ എനിക്ക് സപ്പോർട്ട് അറിയിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള പോലീസ്, പ്രത്യേകിച്ച് SI മഞ്ജു മാം, എനിക്ക് ഒത്തിരി നന്ദി. കൂടെ നിന്ന മീഡിയയുടെ കാര്യം എനിക്കത് പറയാതെ വയ്യ. നിങ്ങൾ ഇത്രയും ഈ ഒരു വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് നീതി കിട്ടിയെന്ന് ഞാൻ പറയുന്നു. എല്ലാവരോടും, കൂടെ നിന്ന എല്ലാവരോടും, എന്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, എല്ലാവരോടും നന്ദി മാത്രം ഈ അവസരത്തിൽ പറയുന്നു. മറ്റൊന്നും പറയാനില്ല. ബാക്കി എന്താന്ന് വെച്ചാൽ അന്വേഷണം നടക്കും. ശ്യാമിലി, ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിലും പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തിയുണ്ട് ഇപ്പോഴുള്ള നടപടികളിൽ നിന്ന്? ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ഇതുവരെയും എനിക്ക് അന്വേഷണത്തിൽ യാതൊരു
ഒരു അവർ പിന്നോട്ട് നിൽക്കുവാണ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാണെന്ന് അങ്ങനെ ഒരു തോന്നലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനത് മാധ്യമങ്ങളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിലും ഇപ്പോ ഈ പ്രതിയെ ഇത്രയും പെട്ടെന്ന് പിടിച്ചതിലും എനിക്ക് ഒരുപാട് നന്ദി മാത്രം. കേരള പോലീസിനോട് ഒത്തിരി നന്ദി. ശ്യാമിലി എങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഒരു ബേലിൻദാസ് പൊതുവെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമാണ്. സർക്കാർ കൈവിട്ടു, ബാർ അസോസിയേഷൻ കൈവിട്ടു. പക്ഷേ ഇപ്പോഴും ചിലർ ബേലിൻദാസിനെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്യാമിലി? എനിക്ക് ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും കോടതിയിൽ വന്നിട്ടുണ്ടല്ലോ. ബാക്കി എന്താന്ന് വെച്ചാൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട്. എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു. എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ. ഒരു ഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ശ്യാമിലിയുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ബേലിൻദാസ് പിടിയിലായിരിക്കുകയാണ്. അതിനെ എന്തായാലും പോലീസിൻ്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ശ്യാമിലി. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ശ്യാമിലി. അതിക്രൂരമായ മർദ്ദനമാണ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിക്ക് നേരിടേണ്ടി വന്നത്. അത് ഒരു തവണയല്ല, പലതവണ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ബേലിൻദാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പലതവണ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖത്ത് അടിയേറ്റ് ശ്യാമിലി വന്ന് പറയുന്നത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളം കേട്ടത്. അതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പ്രതിയെ ഇപ്പോൾ പോലീസ് വലയിലാക്കിയിരിക്കുകയാണ്. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞു. ആരെങ്കിലും സഹായം നൽകിയിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരു ബന്ധു ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ശ്രമിച്ചതാണ് പ്രതിയിലേക്ക് എത്താൻ നിർണായകമായത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ശ്യാമിലിയുടെ ആദ്യ പ്രതികരണം 24-നോട് പിന്തുണച്ച എല്ലാവർക്കും നന്ദി. പോലീസിൻ്റെ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ട്, നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് ശ്യാമിലി 24-നോട് വ്യക്തമാക്കിയത്.